ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഇത് വരാൻ ഇത്തിരി താമസമാണല്ലോ. ഓക്കെ, വേണ്ട, നമുക്ക് വേറെ എടുക്കാം. ഓക്കെ ഓക്കെ അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ രണ്ടുപേരെയും കൂടാതെ മറ്റു പല വ്യക്തികളും വന്ന് ഒരുപാട് എന്താ പറയാ സ്വാതന്ത്ര്യത്തോടു കൂടി പല തീരുമാനങ്ങളും എടുക്കുന്നു. അതായത് അവരുടേതായിട്ടുള്ള സേഫ് സോണിൽ ഇരുന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഈ ബന്ധം കലക്കി മറിക്കാൻ നോക്കുന്നു. ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാന്നൊക്കെ പറയില്ലേ, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വെള്ളം കലങ്ങി കഴിയുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്കതുമൂലം ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ ചില സമയത്ത് എന്ത് ചെയ്യണം, ഇനി ഞാൻ എന്താണ്, എങ്ങോട്ട് പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ ആകെ ഷോക്കായിട്ട് ചില സമയത്ത് ഒരു തരിച്ചു നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നു. കാരണം നമുക്ക് ഒരു തെളിമയിൽ മാത്രമല്ല എന്താണ് എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പിടികിട്ടുള്ളൂ. ഇപ്പൊ കാര്യങ്ങൾ പിടികിട്ടിക്കഴിഞ്ഞാലും അടുത്തതിലോട്ട് ഇനി എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഐഡിയ ഒക്കെ കിട്ടണ്ടേ. കാരണം നല്ല രീതിക്ക് ഈ കൈയിട്ട് വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള പരിപാടികളൊക്കെ നല്ല രീതിക്ക് ഇവിടെ ഈ പറയുന്ന പുറത്തു നിന്നുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളെ രണ്ടുപേരെയും കൂടാതെ മറ്റു പല വ്യക്തികളും നല്ല രീതിക്ക് അവസരങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഈ റിലേഷൻഷിപ്പിനെ, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ടാണ് ഉണ്ടായത്, നിങ്ങളാണ് കാരണക്കാര്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു കുറ്റം, അല്ലെങ്കിൽ മൊത്തത്തിൽ വരുന്ന ഒരു പല കാര്യങ്ങളും നിങ്ങളാണ് ഉണ്ടാക്കിയതെന്നുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പഴി നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരും. ഇവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നിങ്ങളാണ് കാരണം എന്ന്. ശരിക്കുള്ള കാരണക്കാര് അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കുള്ള പരിപാടി ചെയ്ത ആളുകൾ സേഫായിട്ട് വേറൊരിടത്ത് ഇരിക്കുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിലുള്ള, അതായത് ഇപ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ അവനവന്റെ കാര്യങ്ങൾ, വ്യക്തികളോ മറ്റു പല കാര്യങ്ങളോ നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും പ്രതികരിക്കും. അതുപോലെ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെ എല്ലാം കൂടി നിങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് ചാർത്തി തരുവാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ഇനി ഉണ്ടാകാനായിട്ട് ചിലപ്പോൾ ചാൻസും ഉണ്ട്, നിങ്ങളൊരു സ്ട്രോങ് മൂവ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ.
കാരണം നിങ്ങൾക്ക് പുതിയൊരു ജീവിതം വേണം. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച തലവേദനകളൊക്കെ ഒന്ന് മാറണം. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മനസ്സമാധാനവും സന്തോഷവും വേണമെന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് ആ വെയിറ്റിംഗ് എനർജി തന്നെ നിങ്ങൾക്ക് ഒരു മുഷിച്ചിലുണ്ടാക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നതാണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി എടുക്കുന്ന ഓരോ മൂവ്മെന്റും ഓരോ ഡിസിഷനും അതൊന്ന് ആലോചിച്ച് മാത്രം അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ നിങ്ങൾ മറ്റുള്ളവർ ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾ ആ കുറ്റം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഒന്നും അറിയില്ലാത്ത കാര്യം, നിങ്ങൾ ഒരിക്കലും ചെയ്യാത്തതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം മറ്റു പല ആളുകളും, ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിനെയും കൂടാതെ മറ്റു പല വ്യക്തികളും നിങ്ങളെ എങ്ങനെ കെണിയിലാക്കാം എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട്. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ലല്ലോ, ഇത് കുറച്ചു നാളായെന്ന് തോന്നുന്നു. ഓക്കെ. കാരണം നിങ്ങൾ കൊടുക്കുന്ന എന്ത് പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾ ഫാസ്റ്റായിട്ട് കൊടുക്കും. പക്ഷെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന, ഇപ്പോൾ തിരിച്ച് കിട്ടുന്ന ഒരു സ്നേഹമാണെങ്കിലും തിരിച്ച് കിട്ടുന്ന മറ്റു പല വാല്യൂ ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത് വളരെ ഇങ്ങനെ ആമയഴയുന്ന പോലെയാണ്. നിങ്ങൾക്ക് അർഹതപ്പെട്ടവരുടെ കയ്യിൽ നിന്നുള്ള സ്നേഹമാണെങ്കിലും സമാധാനമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഇപ്പോൾ സാമ്പത്തികമാണെന്നുണ്ടെങ്കിലും ആമഴയുന്ന പോലെയുള്ള എനർജി. പക്ഷെ നിങ്ങൾ എന്താ പറയുക, വളരെ ഫാസ്റ്റായിട്ട് സ്നേഹിക്കാനും വളരെ ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനും എല്ലാ പരിപാടികളും നിലനിർത്തിക്കൊണ്ടു പോകാനും അറിയാവുന്നവരാണ്. പക്ഷെ നിങ്ങൾ കിട്ടുന്ന ഇത് ഇങ്ങനെയുള്ള ഒരു എനർജിയാണ്. അങ്ങനെ പോരല്ലോ. നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഇത്തിരി എല്ലാത്തിനും ഒന്ന് ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു സൈഡ് മാത്രം കുറഞ്ഞു ഒരു സൈഡ് മാത്രം കൂടി അങ്ങനെ ഇരുന്നിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇതുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇനി എടുക്കുന്ന എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളുടെ ഉള്ളിൽ വേറെ കാര്യങ്ങളായിരിക്കും, പക്ഷെ പുറത്തു വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങളായിരിക്കില്ല പുറത്തു വരുന്നത്. അപ്പൊ പുറത്ത് കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൻ്റെ അകത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് മൂവ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ ഒരു കാര്യങ്ങളിലോട്ട് പോകും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പുതിയ ഒരു എനർജിയിലോട്ട് പോകും. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പുതിയ കാര്യങ്ങൾ വേണം. എനിക്ക് ഇത്രയും നാൾ അനുഭവിച്ചത് മതിയായി, എനിക്ക് ഒരു നല്ലൊരു സമാധാനവും സന്തോഷവും വേണം, പല കാര്യങ്ങളും ഇതിൽ നിന്ന് മാറിപ്പോണം എന്നുള്ള രീതിയിലിരിക്കുവാണ്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു പോംവഴി ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഇതിലെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പുറത്തു നിന്ന് വല വിരിക്കുന്നവരല്ലാന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് നിങ്ങൾക്കിട്ട് പണി തരുന്നവരൊക്കെ ഇത്തിരി പ്രശ്നക്കാരാണ്. അവരെന്തും ചെയ്യാനായിട്ട്, നെഗറ്റീവ് എനർജിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ബ്ലാക്ക് മാജിക് എനർജിയുടെ പരിപാടികളാണെന്നുണ്ടെങ്കിലും അവര് എന്തും ഏത് രീതിയിലും ചെയ്യാനായിട്ട് മടിക്കാത്ത ആളുകളാണ്. അതാണ് ഇതിലുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഒരു പിടി വിടുന്നു എന്ന് മനസ്സിലാവുമ്പോൾ അവര് പല പരിപാടികളും ചെയ്യും. പക്ഷെ നമ്മൾ
നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തായാലും ജീവിക്കണമല്ലോ, നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യത്തിലോട്ട് പോവുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു ബോളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിന്റെ അണ്ടറിലോട്ട് വരാൻ പോവുകയാണ്. പക്ഷെ അത് നിങ്ങൾ കളിക്കുന്ന പോലെ ഇരിക്കും. നിങ്ങളുടെ അണ്ടറിൽ വരുമ്പോൾ അത് നിങ്ങൾ അടിക്കുന്ന പോലെ ഇരിക്കും അതിന്റെ സ്ഥാനം. അതുപോലെയാണ് ഇവിടെ കാണിക്കുന്നത്. യെസ്, അത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. കാരണം ഇതേ എനിക്ക് തോന്നുന്നു ഇത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ എനിക്ക് ഫീൽ ആവുന്നത്. ഇനി അറിയില്ല. യെസ്, ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ട്രോങ് മൂവ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം തിരിച്ചു പിടിക്കാൻ പറ്റും. അതായത് ഇപ്പൊ എന്താ പറയാ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗെയിമിനെ പറ്റിയുള്ള പരിപാടി അറിയണം. കളി അറിഞ്ഞു കളിക്കണമെന്ന് പറയില്ല, അതുപോലെയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾ ഒന്ന് നോക്കുക. ഓക്കെ, ഈ ബന്ധത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല ആളുകളെ കൊണ്ടോ ഈ ബന്ധത്തിൽ ശ്വാസം മുട്ടലൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടിയ പോലെയുള്ള അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ചർച്ച ഒന്നല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് നേരിട്ടായിരിക്കാം, ഫോണിൽ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ നേരിട്ടായിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിനായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിട്ടായിരിക്കാം. ആ ചർച്ച എന്താണോ വരുന്നത് ആ ചർച്ചയിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് പറയുക. വേണ്ടാത്തതിനെ വേണ്ടാന്നുള്ള രീതിയിൽ അത് അങ്ങനെ തന്നെ പറയുന്നത് മാത്രമല്ല, അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോന്ന് കൂടി നിങ്ങൾ നോക്കുക. കാരണം ഈ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ കിടന്ന് റൗണ്ട് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. കാരണം ആ പരിപാടികളൊക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ ഇവിടെ സമാധാനം, സന്തോഷം വിത്ത് ഒരു നല്ല ഒരു കുടുംബം, നല്ല ഒരു സമാധാനവും സന്തോഷവും നല്ലൊരു രീതിയിലുള്ള ഒരു താങ്ങ്, ഒരു തണല്, ഒരു എന്താ പറയാ, ഒരു സ്വർഗതുല്യമായിട്ടുള്ള ഒരു ജീവിതം. എല്ലാവരും പോലെ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും, അതല്ല, എന്നാലും നല്ല പുരോഗതിയുള്ള ഒരു ഫാമിലി ഇവിടെ കിട്ടും. പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ചിരിക്കും പല കാര്യങ്ങളും. കാരണം ഇനി എടുക്കുന്ന ഓരോ മൂവ്മെന്റും അതൊന്നും ഞാനിത് കൂടെ പറയാൻ കാര്യം, അങ്ങനെയുള്ള മൂവ്മെന്റ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ, ഈ വ്യക്തിനായിട്ട് ബന്ധപ്പെട്ട ആരോട് പറയുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചും കണ്ടും ഒന്ന് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ട് പോകുന്ന പോലെയുള്ള ഒരു അവസ്ഥയും കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഒരു നേട്ടങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. കാരണം നിങ്ങളുടെ തലേന്ന് പല നെഗറ്റീവ്സും മാറാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. ഇവിടെ നെഗറ്റീവ് എനർജിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റുക.
റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.